അപ്പം ലോറൻസ് സഖാവിനോട് നികേഷ് സാറ് എന്നെ ഗാർഡ് ചെയ്യാനൊന്നുമല്ല ചോദിച്ചു, രാഹുൽ ഈശ്വർ പറയുന്നത് മുഴുവൻ തെറ്റാണ്, അതായത് പുള്ളിക്കും യുവതി പ്രവേശനമൊക്കെ വേണമെന്നായിരുന്നു, പക്ഷേ രാഹുലിനെ നേരിടേണ്ടത് ഇത്തരം പരാതികൾ കൊണ്ടാണോ എന്ന് നികേഷ് സാർ ചോദിച്ചത് എനിക്ക് കിട്ടിയ കോൺഫിഡൻസ് ഭയങ്കരമാണ്. അതിന് മുമ്പ് എന്താന്ന് പറഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് അറിയാം. ഞാനൊക്കെ ടി വി പോയി എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ 2-3 പേര് അവരുടെ ഇടയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയാവോ, കണ്ടാ പീഡകൻ വരുന്നു എന്ന് അവര് പറഞ്ഞു എന്നാണ്. അവര് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല, അവർക്ക് എന്നെ അറിയത്തോലും ഇല്ലായിരിക്കും. പക്ഷെ ആരെങ്കിലും അങ്ങനെ ചിരിക്കുന്ന കാണുമ്പോൾ നമുക്കാകെ ഒരു സർക്കംസ്പെക്റ്റും നമുക്കെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അന്ന് മുത്തശ്ശിയും അമ്മയും അദീബയും അല്ലെങ്കിൽ മീഡിയയിലെ കുറച്ച് ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റിയത്. അത് വളരെ ലഘുവായൊരു ഇതായിരുന്നു. എന്നെ എങ്ങനെങ്കിലും ഒന്ന് കൊടുക്കണം. അതായത് അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് ഞാൻ പറയുമ്പോൾ അത് പറയുന്ന രാഹുൽ ഈശ്വർ മോശം ചിത്രം കാണിക്കുന്നവനാണെന്ന് മറുഭാഗത്തിന് പറയാൻ വേണ്ടി ഏതോ ഒരു കുബുദ്ധി ചുമ്മാ ഫേസ്ബുക്കിൽ എഴുതിയിട്ടതാണ്. സ്വന്തം പേരിൽ പോലും അല്ല, വ്യാജ പേരിൽ എഴുതിയിട്ടതാണ്. അത് നാഷണൽ മീഡിയ വരെ വാർത്ത കൊടുത്തു. അതാണ് അതിലെ പ്രശ്നം. ഇത് കാണുന്ന പോലീസുകാർ എന്ത് ചെയ്യുന്നറിയാവോ, ഓക്കെ എന്നാ ചാടി ഇറങ്ങാന്ന് പറയും. പുരുഷൻ പറയുമ്പോൾ നിവിൻ പോളി ഒഫീഷ്യലി എഴുതിയ പരാതി പോലും പോലീസുകാർ കൺസിഡർ ചെയ്യില്ല. പക്ഷെ ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി അങ്ങനെ എഴുതിയിട്ടാൽ പ്രശ്നം ഉണ്ടാവും.